الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. وعن عائشة رضي الله عنها قالت: خيرت بريرة على زوجها حين اعتقت. متفق عليه في حديث طويل. ولمسلم عنها رضي الله عنها أن زوجها كان عبدا. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖുയ്യിറത്ത് ബരീറ അലാ സൗജിഹ ഹീന അതഖത്. ബരീറ എന്ന സ്ത്രീ അവൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ അവൾക്ക് അവളുടെ ഭർത്താവിനെ നിലനിർത്തണോ എന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് തീരുമാനമെടുക്കാൻ അവസരം നൽകുകയുണ്ടായി എന്നാണ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന നീണ്ട ഹദീസിന്റെ ഒരു ഭാഗം. ആ ഭാഗം മാത്രം കൊടുത്താണ്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അന്ന സൗജഹ കാന അബ്ദൻ, അവളുടെ ഭർത്താവ് ഒരടിമയായിരുന്നു എന്നുണ്ട്. ഈ സംഭവം ബരീറ ഈ അറബികളുടെ ഒരു ഗോത്രത്തിലെ അടിമ സ്ത്രീയായിരുന്നു. ആയിഷ അൻഹ അവരെ വില കൊടുത്തു വാങ്ങി മോചിപ്പിച്ചു. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ ആയിഷ അൻഹനെ മോചിപ്പിച്ചു. മോചിപ്പിക്കുന്ന ആളുടെ മൗലയായിരിക്കും, അതാണ് എന്റെ നിയമം. മോചിപ്പിക്കുന്ന ആൾക്കാണ് പിന്നെ അതിൽമേൽ സ്വാതന്ത്ര്യ അവകാശമൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാൻ അവകാശമുള്ളൂ. മൗല ആയിഷ എന്നാ പറയാം. അപ്പൊ അവള് വിവാഹിതയായിരുന്നു. അവളുടെ ഭർത്താവായിരുന്നു ഈ ബരീർ. അപ്പൊ റസൂൽ പറഞ്ഞു, ബരീറിനെ നിലനിർത്തണോ വേണ്ടേ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാന്നാണ്. ബരീറിന്റെ അടിമയായിരുന്നു. അപ്പൊ റസൂല് പറഞ്ഞതനുസരിച്ച് പിന്നീട് ബരീറ ഭർത്താവിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒഴിവാക്കാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷെ അവർ ഒഴിവാക്കി. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്താന്ന് വെച്ചാല്, ഈ അടിമ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി, അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി അവിടെ സമൂഹത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് നിലനിന്നിരുന്ന ഒരു സംഗതിയാണ് അടിമത്തം എന്ന് പറയുന്നത്. അടിമത്തത്തിന്റെ നിയമങ്ങളിൽ പെട്ടതാണ് ഈ അടിമയെ യജമാനന് വിൽക്കാനും വാങ്ങാനും സ്വാതന്ത്ര്യമുണ്ട്. ചന്തയിൽ കൊണ്ടുപോയി കന്നുകാലികളൊക്കെ വിൽക്കുന്ന മാതിരി വിൽക്കാം, വാങ്ങാം. ഇസ്ലാം അത് ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതെയൊക്കെയാണ് ചെയ്തത്. ഏറ്റവും അവസാനമായപ്പോഴേക്കും പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞത്. പക്ഷെ നിലനിൽക്കുന്നൊരു വ്യവസ്ഥയായിരുന്നത്. അതൊരു ദിവസം കൊണ്ട് തച്ചു തകർക്കാൻ കഴിയില്ല. വളരെ സാവകാശത്തിൽ ക്രമപ്രവൃത്തമായി ഇങ്ങനെ ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് ഇസ്ലാം. ആർക്കും ഒരു പരിക്കില്ലാതെ ഒഴിവാക്കി. അപ്പൊ ഇതിലുള്ളൊരു പ്രശ്നം, ഭാര്യ സ്വതന്ത്രമാകുമ്പോൾ അവൾക്ക് ഇഷ്ടമായിരിക്കും ചെയ്യാം, എവിടേക്കും പോകാൻ വരാം ഒക്കെ ചെയ്യാം. അവളെ പേരിൽ വേറെ ആർക്കും ഒരു അധികാരം ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ ഭർത്താവ് അടിമയാണ്. ഭർത്താവ് അടിമയാവുമ്പോൾ യജമാനെ അയാളെ വിൽക്കാം, വാങ്ങാം, വേറെ നിയമങ്ങളൊക്കെ അയാളുടെ പേരിൽ ചെലുത്താം. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതി, ഈ ദാമ്പത്യം നല്ലൽക്ക് തുടരാൻ കഴിയില്ല. ഭർത്താവ് അടിമയും ഭാര്യ സ്വാതന്ത്ര്യവും ദാമ്പത്യം നല്ലൽക്ക് തുടരാൻ കഴിയില്ല. അപ്പൊ അത് ഒരു പ്രയാസമാവുമ്പോ റസൂല് പറഞ്ഞാണ്, നിനക്ക് എന്താ വേണ്ടിച്ച ചെയ്യാറ്. ബരീറ സ്വാതന്ത്ര്യമാണ് ചെയ്ത്, ഭർത്താവിനെ ഒഴിവാക്കി സ്വാതന്ത്ര്യമാണ് ചെയ്തത്. അവർക്ക് വേറെ സ്വാതന്ത്ര്യം വിവാഹം കഴിക്കാം. ഇയാളുടെ കൂടെ എന്നാല് അയാൾ അങ്ങ് നിൽക്കും. അയാളത്തേക്ക് പോകണമെങ്കിലും അനുവാദം വേണം, അയാൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ യജമാന്റെ അനുവാദം വേണം. അതിൻ്റെ ഇടയ്ക്ക് വിറ്റുപോയാല് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഭാര്യ വേറെയാവും, ഇയാള് വേറെയാവും, ഒക്കെ ആവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രയാസം കൊണ്ടാണ് റസൂൽ. അപ്പൊ ചെയ്യണം എന്നല്ല, വേണമെങ്കിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബരീറ ഒഴിവാക്കുകയാണ് ചെയ്തത്. മുഗീസ് നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കരഞ്ഞ് ആകെ ഇടങ്ങേറായി അവസാനം.
നിലനിർത്തി പോണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതാണ്. അപ്പൊ അങ്ങനെ ഒരു അവകാശം റസൂലിൽ നൽകി എന്നുള്ളതാണ് അതിലെ വിഷയം. والضحاك بن فيروز الديلمي عن أبيه رضي الله تعالى عنه قال قلت يا رسول الله إني أسلمت وتحتي أختان فقال رسول الله طلق أيتهما شئت رواه أحمد. ഇത് വേറൊരു സംഭവം. ലഹാക്ക് തന്റെ പിതാവിൽ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസ്ലംതു വതഹ്തി ഉഖ്താനി, ഞാൻ മുസ്ലിമായതാണ്. ഇപ്പോ ജാഹിലിയത്തിലാണ് എല്ലാവരും, പല ആൾക്കാരും ഇങ്ങനെ നിത്യം മുസ്ലിമായി ഇങ്ങനെ വരും. അപ്പൊ അതേ നബിന്റെ ഒരു പ്രശ്നം ഉന്നയിച്ചു, തഹ്തി ഉഖ്താനി, എന്റെ കീഴിൽ 2 സഹോദരിമാർ ഭാര്യമാരായിട്ടുണ്ട്, ജ്യേഷ്ഠത്തി അഞ്ചത്തിന്റെ ഭാര്യമാരാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൊല്ലിഖ് അയ്യുതുഹുമാ ശിഅ്ത, നീ ആരെയാണോ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരാണ് തലാഖിലികളാർ. അങ്ങനെ തലാഖിൽ നിന്നെ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ ഇസ്ലാമിലേക്ക് വന്നു, ഭർത്താവ് ഇസ്ലാമിലേക്ക് വന്നു, ഭാര്യയും വന്നിട്ടുണ്ടാവാം. പക്ഷെ ഭാര്യമാർ 2 പേരുള്ളതിൽ പ്രശ്നം സഹോദരിമാരാണ്, ജ്യേഷ്ഠത്തി അഞ്ചത്യ. അത് ഖുർആൻ നിരോധിച്ചു. ഖുർആൻ നിരോധിച്ചത് 2 സഹോദരിമാർക്കിടയിൽ 2 സഹോദരിമാർ ഒരുമിച്ച് ഭാര്യമാരാക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ആളെയും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ആരെങ്കിലും ഒരാളെ തലാക്കില്ലെന്നാണ്. അപ്പൊ എനിക്ക് ആരെ ഒഴിവാക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അവർ ഒഴിവാക്കിയാണ്. അങ്ങനെ അദ്ദേഹം ഒന്നിനെ ഒഴിവാക്കി, ഒന്നിനെ നിലനിർത്തി. അപ്പൊ ജാഹിലിയത്ത് ഇങ്ങനെ വരുമ്പോണ്ടാണ് ഓരോ പ്രശ്നം. അത് പരിഹരിക്കാവുന്ന രൂപത്തിൽ ഇങ്ങനെ പരിഹരിച്ചു പോകുള്ളൂ ചെയ്യുക. അതിന് നിങ്ങളൊരു പരിഹാരമായിരുന്നത് അതങ്ങനെ പരിഹരിച്ചു. 2 ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അതിന്റെ വിശദീകരണം പറഞ്ഞിരുന്നു. ഇനി വേറൊരു സംഭവം. വൻ സാലിബിൻ അബീഹി റളിയല്ലാഹു അൻഹു അൻ അയ്ലാൻ ഇബ്നു സലമ അസ്ലമ വലഹു 10 നിസ്വത്തിൻ ഫഅസ്ലംന മഅഹു ഫഅമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യതഖയ്യറ മിൻഹുന്ന 4 റവാഹു അഹ്മദ് തിർമിദി. അഹ്മദ് തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ജാബിർ സാലിം തന്റെ പിതാവിൽ ഉദ്ധരിക്കുകയാണ്. അയ്ലാൻ ഇബ്നു സലമ എന്ന ഒരാളുടെ പേരാണ്. അദ്ദേഹം മുസ്ലിമായി. വലു 10 നിസ്വത്തി, കൂടെ 10 പെണ്ണുങ്ങളുണ്ടായി. അപ്പൊ ജാഹിലിയ കാലത്ത് കിട്ടിയതാണ് 10 എണ്ണത്തിന്. ഫഅസ്ലംന മഅഹു, ആ 10 മുസ്ലിമായി കൂടെ. അപ്പൊ 10 പെണ്ണുങ്ങളും മുസ്ലിങ്ങളായി. ഫഅമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖയ്യറ മിൻഹുന്ന 4, നബി പറഞ്ഞ 4 ഇന്ന് നിലനിർത്താ, ബാക്കി ഒഴിവാക്കണം എന്നാണ്. അങ്ങനെ 4 നിലനിർത്തി, ബാക്കി 6 ഒഴിവാക്കി. 4 വരെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്. ഖുർആൻ പറയുന്നു, ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ, 4 വരെ 2, 3, 4 ഒക്കെ കല്യാണം കഴിക്കാന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ 4 നിലനിർത്തി, ബാക്കിനെ തലാഖെല്ലാം പറഞ്ഞു. അപ്പൊ ഇസ്ലാമിക്ക് വരുമ്പോണ്ടാണ് പ്രശ്നങ്ങളാ. 10 കല്യാണം കഴിക്കാറിന ജാഹിലിയത്തിൽ അത്ഭുതമൊന്നുമല്ല. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ കിട്ടും കുറെ. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നത്തെ സമ്പ്രദായങ്ങളാണ്. ഒക്കെ നാട്ടുനടപ്പുകളാണ്. അപ്പൊ ഇസ്ലാമിക്ക് എല്ലാവരും വന്ന് ഓലൊക്കെ മുസ്ലിമായി 4 നിർത്തി, ബാക്കിനെ ഒഴിവാക്കി. അവര് പിന്നെ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ പൊതുവായ സ്വഭാവം. അപ്പൊ ഇതൊക്കെയാണ് ഈ ദാമ്പത്യത്തിലുള്ള ചില തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യങ്ങളാണ് ഇതൊക്കെ. ആദ്യം പറഞ്ഞതിൽ അടിമനെ സ്വാതന്ത്ര്യമൊക്കെ പോക്ക്, ഭർത്താവിന് ഒഴിവാക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. 2 സഹോദരിമാരെ ഒന്നിച്ചു വന്നപ്പോ ഒന്നിനെ ഒഴിവാക്കാൻ പറഞ്ഞു. 4 ഭാര്യമാരുണ്ടായപ്പോ 4 നിർത്തി, ബാക്കി ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ നിയമങ്ങൾ അങ്ങനെയാണ്. ആ നിയമങ്ങളൊക്കെയാണ് ഇസ്ലാം പറയുന്നത്. ഇനി വേറെ ചില നിയമങ്ങളാണ് പറയുന്നത്.